Gospel of John, chapter 10, word 10. മോഷ്ടിക്കുവാനും അറക്കാനും മുടിക്കാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവിക പ്ലാനാണ്. എന്താണ് ദൈവത്തിന്റെ പ്ലാൻ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം ഇവിടെ കാണാം. രണ്ട് രാജ്യങ്ങളുടെ അജണ്ടകൾ ഇവിടെ കാണാം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായ അജണ്ട, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായ യുദ്ധവും ആ അജണ്ടയുമാണ് ഈ ഒരൊറ്റ വചനത്തിനകത്ത്, ഈ ഒരൊറ്റ വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നത്. പൈശാചിക രാജ്യത്തിന്റെ അജണ്ട എന്താ? മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക, ഇല്ലാതെയാക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് യേശു പറഞ്ഞത് കള്ളൻ വരുന്നത് പോലെയാണ്. പിശാച് പ്രവർത്തിക്കുന്നത് കള്ളത്തരം കാണിക്കുന്ന പോലെ, കള്ളൻ വരുന്ന പോലെയാണ്. കള്ളൻ എപ്പോഴും സീക്രട്ടായിട്ട് പ്രവർത്തിക്കുന്നവനാണ്. പോയി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ അറിയത്തുള്ളൂ നഷ്ടപ്പെട്ടെന്ന്. പണി കിട്ടിക്കഴിഞ്ഞിട്ടേ മനസ്സിലാകത്തുള്ളൂ പണി കിട്ടിയെന്ന്. പ്രശ്നത്തിൽ നമ്മൾ വീണിട്ടേ നമ്മൾ മനസ്സിലാകത്തുള്ളൂ നമുക്ക് ശത്രു പണി തന്നെന്ന്. അപ്പൊ കള്ളൻ എന്ന് പറയുന്ന സാത്താൻ എപ്പോഴും നമ്മുടെ നന്മകൾ മോഷ്ടിക്കുന്നത്, നമ്മുടെ സമാധാനം മോഷ്ടിക്കുന്നത്, നമ്മുടെ സാമ്പത്തികം മോഷ്ടിക്കുന്നത്, നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഐക്യത മോഷ്ടിക്കുന്നത്, ഇങ്ങനെ എല്ലാ നിലകളിലുമുള്ള ദൈവാനുഗ്രഹങ്ങളെ കള്ളൻ മോഷ്ടിക്കുന്നത് നിങ്ങളുടെ അറിവോടെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അറിവോടെ ആയിരിക്കത്തില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് ഇത് മുഴുവൻ അവൻ കവർന്നെടുക്കും, അറുക്കും, മുടിക്കും, മോഷ്ടിക്കും. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ആ രാജ്യം അവിടെ നിൽക്കട്ടെ, ആ രാജ്യത്തിന്റെ പ്രവൃത്തി അതാണ്. ആ രാജ്യത്തിലായിരുന്നു ഒരു സമയത്ത് നമ്മളെല്ലാവരും. പക്ഷെ മറ്റൊരു രാജ്യത്തിലേക്ക് അവിടെ നിന്ന് നമ്മളെ കർത്താവ് ഷിഫ്റ്റ് ചെയ്യിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡിലാണ്. പറഞ്ഞ കിങ്ഡം ഓഫ് ഗോഡ്. ഇതൊക്കെ പറയണം, ഈ വാക്കുകൾ വാഗൊണ്ട് പറയണം. പറഞ്ഞ് ഞാൻ ആയിരിക്കുന്നത് യേശു ക്രിസ്തു നയിക്കുന്ന രാജ്യത്തിലാണ്. ഉറക്കെ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ രാജാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്താണ് ഈ രാജ്യത്തിലേക്ക് വന്നു കയറിയവർക്ക് ഉണ്ടാകുന്ന പ്രത്യേകത? ജീവൻ ഉണ്ടാകുന്നു, ജീവൻ ഉണ്ടാകുന്നു. ഒറ്റ കാര്യമാണ് യേശു കർത്താവ് പറയുന്നത്, ലൈഫ്. പറഞ്ഞ ലൈഫ്. ഞാൻ നിങ്ങളിൽ വന്നത് നിങ്ങൾ ഈ രാജ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് ലൈഫാണ്. ആ ലൈഫ് എങ്ങനെ ഉണ്ടാകുന്നു? ആൻഡ് ദാറ്റ് ദേ മൈറ്റ് ഹാവ് ഇറ്റ് മോർ അബൻഡന്റ്ലി. ആ ജീവൻ, ആ ലൈഫ് എങ്ങനെയാണ് നിങ്ങളിൽ ഉണ്ടാകുന്നത്? അത് ചെറിയ തോതിലല്ല, അത് സമൃദ്ധിയായിട്ടുണ്ടാകുന്നു. അത് സമൃദ്ധിയായി നിങ്ങളിൽ ഉണ്ടാകുന്നു. ഇന്ന് പകലിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ക്രിസ്തുവിലുള്ള ജീവനാണ് ആ ലൈഫ്. സോയ ലൈഫ് എന്ന് പറയുന്നത്, സോയ ഇസോയ എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിലുള്ള ജീവൻ എന്നാണ്. ആ ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ ആത്മാവിൽ ഇപ്പോൾ വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഇപ്പോൾ യേശുവിന്റെ ആത്മാവ് എൻ്റെ ആത്മാവിൽ വസിക്കുന്നു. കർത്താവ് ഇപ്പോൾ എൻ്റെ സ്പിരിറ്റിലുണ്ട്, എൻ്റെ ആത്മാവിൽ യേശു ഉണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ആത്മാവിലുള്ള ക്രിസ്തുവിന്റെ ജീവനിൽ സൗഖ്യമുണ്ട്. നിങ്ങളുടെ ആത്മാവിലുള്ള ക്രിസ്തുവിന്റെ ജീവനിൽ സമാധാനമുണ്ട്. നിങ്ങളുടെ ആത്മാവിലുള്ള ക്രിസ്തുവിന്റെ ജീവനിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ ആത്മാവിലുള്ള ക്രിസ്തുവിന്റെ ജീവനിൽ സകല പൈശാചിക മേഖലകളെയും ജയിക്കുവാനുള്ള അധികാരമുണ്ട്. ഇന്ന് ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതലിന് വിജയിക്കുവാൻ, വാഴ്ച നടത്തുവാൻ വേണ്ടത് മുഴുവൻ നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നെങ്കിൽ, ഞാൻ
ആവർത്തിച്ച് പറയുന്നു, ഇനി മോഷ്ടിക്കുവാനോ ഇനി അറക്കുവാനോ ഇനി മുടിക്കുവാനോ പിശാചിന് സാധ്യമല്ല. ഒന്ന് പ്രഖ്യാപിച്ചേ, എന്റെ ഭവനത്തിലോ എന്റെ തലമുറയിലോ എന്റെ കുടുംബത്തിലോ അത് സാധ്യമല്ല. ഇപ്പോൾ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ, ഇപ്പോൾ ഈ വചനം ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളിൽ, ഇപ്പോൾ ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെയും അകത്ത് ഈ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. അത് സമൃദ്ധിയായി വ്യാപരിക്കട്ടെ, സമൃദ്ധിയായി വ്യാപരിക്കട്ടെ. ഒരു ചെറിയ അളവിലല്ല, ഒരു ചെറിയ തോതിലല്ല. എന്റെ അകത്ത് കർത്താവിന്റെ ജീവനുണ്ട്.